ഇസ്ലാമിൽ ഖവാരിജുകൾ എന്ന പേരിൽ ഒരു വിഭാഗമുണ്ടായിരുന്നു. നാലാമത്തെയും അവസാനത്തെയും റാഷിദീൻ ഖലീഫയായിരുന്ന അലി ഇബ്നു അബീ താലിബിൻ്റെ കാലത്താണ് ഖവാരിജുകൾ എന്ന ഒരു പരിഷ്കരണവാദികൾ ഇസ്ലാമിൽ രൂപം കൊണ്ടത്. മുസ്ലിം സൈന്യവും ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്ന അബൂ സുഫ്യാൻ്റെ മകനായിരുന്ന മുആവിയയും തമ്മിലുള്ള ഉണ്ടായതായ ഒരു യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിനിടെയാണ് ഖവാരിജികളും അലി ഇബ്നു അബീ താലിബും തമ്മിൽ തെറ്റിപ്പിരിയുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കുള്ള ശിക്ഷ അത് ദൈവം പരമകാരുണികനായ അള്ളാഹു നൽകട്ടെ എന്നതായിരുന്നു ഖവാരിജികളുടെ പ്രഖ്യാപനം. എന്നാൽ ഒരു മധ്യസ്ഥതയിലൂടെ മുആവിയയുമായിട്ടുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം കൊണ്ടുവരാം എന്നതായിരുന്നു അലിയുടെ ഒരു നിലപാട്. തുടർന്ന് ഖലീഫയുമായി തെറ്റിപ്പിരിഞ്ഞ ഖവാരിജുകൾ ഒരു പ്രത്യേക വിഭാഗമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് ഉണ്ടായത്. ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വെറുമൊരു പരിഷ്കരണവാദികൾ മാത്രമായിരുന്നില്ല. ഖലീഫയായ അലിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെ ഇവർ ഒരു ഭീകര സ്വഭാവം കൈക്കൊള്ളുന്നതാണ് പിൽക്കാലത്ത് കണ്ടത്. അപ്രകാരം ഖവാരിജുകൾ എന്ന വിഭാഗം ഒരു പരിഷ്കരണവാദികൾ എന്നതിനപ്പുറം ഒരു ഭീകര സംഘടനയായി രൂപം കൊള്ളുന്നതാണ് പിൽക്കാലത്ത് നാം കാണുന്നതും ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ളതും. ഇസ്ലാമിക ചരിത്രത്തിൽ റാഷിദിയൻ ഖിലാഫത്തിന് ശേഷം വന്ന മുആവിയയുടെ ഉമ്മയ്യദ് ഖിലാഫത്തിൻ്റെ കാലത്തും അബ്ബാസിയൻ ഖിലാഫത്തിൻ്റെ കാലത്തും ഒന്നും ഈ ഖവാരിജുകൾ എന്ന് പറയപ്പെടുന്ന ഈ ഭീകരവാദ സംഘടനത്തെ അമർച്ച ചെയ്യുവാൻ ഇസ്ലാമിൻ്റെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഭീകരവാദ സ്വഭാവം അവർ പിന്തുടർന്ന് പോരുകയും പിൽക്കാലങ്ങളിൽ അത് അവരുടെ അനുയായികളിലൂടെ തുടർന്നു പോരുകയും വർഷങ്ങൾ 1500 പിന്നിട്ടിട്ടും ആ ഭീകരവാദ സംഘടനകൾ പല പേരുകളിൽ ലോകത്തിൻ്റെ പല കോണുകളിലും എന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇന്ന് കാണുന്ന ലഷ്കർ ഇ തൊയ്ബ, ഇസ്ലാമിക് സ്റ്റേറ്റ് തുടങ്ങി അസംഖ്യം പേരുകളിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക ഭീകരവാദികൾ യഥാർത്ഥത്തിൽ ഖലീഫ അലി ഇബ്നു അബീ താലിബിൻ്റെ കാലത്ത് രൂപം കൊണ്ട ഖവാരിജികളുടെ പിന്മുറക്കാരാണ്. ഇസ്ലാം രൂപം കൊണ്ട കാലം മുതൽക്ക് തന്നെ ഇതിനകത്ത് ഭീകരവാദികളുമുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം വിശ്വാസപ്രകാരം ഭീകരവാദികൾ മതത്തിന് പുറത്താണ്. അവരെ ആരും പിന്തുണക്കാനോ സംരക്ഷിക്കാനോ പാടില്ല. അതാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്.